ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇവിടെ നിങ്ങൾ ന്യൂസിലൂടെയൊക്കെ അറിയുന്നുണ്ടാകും, ഇസ്രായേലിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്. പരോക്ഷമായിട്ടല്ലെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് സമാധാനമാണ്, പക്ഷേ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തുവാവട്ടെ, എല്ലാം അതിൻ്റെതായിട്ടുള്ള ഇതിൽ കാലത്തിൻ്റെ പോക്കിനനുസരിച്ച് അങ്ങ് പോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണ്ടൻറ്റിൻ്റെ ബാലൻസ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മളെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നതിന് പകരം നമ്മളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തവരെ നമ്മൾ തിരിച്ചൊരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ചത്. പക്ഷെ അതേ നാണയത്തിൻ്റെ അപ്പുറത്തെ സൈഡ് വരുന്ന ഒരു കൂട്ടരുണ്ട്, നമ്മളെ സഹായിച്ചവർ. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ, ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ചേച്ചി, പേരെടുത്ത് പറയുന്നില്ല, പുള്ളിക്കാരി എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരി. ഇപ്പോൾ മുമ്പും ഇഷ്ടമായിരുന്നു, പക്ഷേ അവർ 3 സിസ്റ്റേഴ്സാണ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞ ചേച്ചി രണ്ടാമത്തെ ചേച്ചിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൽ മൂത്ത ചേച്ചിനെയായിരുന്നു. എൻ്റെ ഇളയ ചേച്ചിനെ എനിക്ക് അധികം പരിചയമോ കാര്യങ്ങളൊന്നുമില്ല, ഈ അടുത്ത കാലത്തായിട്ടുള്ള പരിചയമുള്ളൂ. എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് അവരുടെ വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ്റെ അടുത്താണെങ്കിലും ഞാൻ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. കാണുമ്പോൾ ഒരു ചിരി, ഒരു തലകുലുക്കം, അതിലങ്ങ് ഒതുങ്ങി പോകുന്നതായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് 2 പ്രാവശ്യം പോയി അവരുടെ വീട്ടിൽ. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും നിരാശയായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ഞങ്ങൾ പോയി ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ അത്യാവശ്യമാണ്. ഞങ്ങൾ കുറേ പേരോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. സാധാരണ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പലിശ മേടിക്കും. എനിക്ക് പൈസ തന്ന് സഹായിച്ചിട്ടുള്ളവർ ഇവരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പലിശ നല്ല രീതിയിൽ മേടിക്കുന്ന ആൾക്കാരട്ടോ. പക്ഷേ ഈ ചേച്ചി സത്യം, ഞാൻ അവരെ എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു. 1 മാസം കഴിഞ്ഞ്, 1 മാസം സാലറി എനിക്കിപ്പം കഴിഞ്ഞ മാസം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് തരികയാണെങ്കിൽ ഞാൻ പൈസ ഇട്ട് തരാം. അന്നേരം എന്നോട് പുള്ളിക്കാരി പറഞ്ഞെന്താണെന്നറിയാം, നിനക്ക് പുറത്ത് ഒരുപാട് കടങ്ങളില്ലേ, ഒരുപാട് പലിശ നീ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഒരുവിധം മുടക്കി നിൻ്റെ ബാധ്യതകളൊക്കെ ഒരുക്കി കഴിയുമ്പോഴത്തേക്കും നീ എനിക്ക് തന്നാൽ മതി. എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമില്ല. ഇനി എനിക്ക് എന്തെങ്കിലും ഒരു പൈസയുടെ ഒരു ആവശ്യം വന്നാൽ ഞാൻ നിന്നോട് പറയാം, എനിക്ക് അപ്പോഴും അക്കൗണ്ടിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അതേ കണക്ക് തന്നെയായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട വേറൊരു ഒരു ജ്യേഷ്ഠൻ്റെ തുല്യം ഞാൻ കാണുന്നൊരു വ്യക്തി. ഞാൻ ആ വ്യക്തിക്ക് ഏകദേശം ഒരു 1.5 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, വേറൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പൈസ മേടിച്ചിരുന്നു. അന്നേരം എനിക്ക് എൻ്റെ അപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ എനിക്കത് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ അദ്ദേഹത്തെയും വിളിച്ചു. അദ്ദേഹവും എന്നോട് പറഞ്ഞ ഇതേ വാക്കുകളാണ്, നിനക്ക് ഒരുപാട് കടങ്ങളില്ലേ പുറത്ത്, പലിശ ഒരുപാട് കൊടുക്കുന്നില്ലേ, ഇതൊക്കെ തീർന്ന് സാവകാശത്തിൽ തന്നാൽ മതി, അതും എനിക്ക് മുതൽ മതി, പലിശ വേണ്ട. ഇതേ കണക്ക് തന്നെയാണ് ഈ ചേച്ചി എന്നോട് പറഞ്ഞത്, എനിക്ക് മുതൽ മതി, പലിശ വേണ്ട. സത്യം പറഞ്ഞാൽ ചില ബന്ധങ്ങൾ നമ്മുടെ ആത്മാവിൽ തൊട്ടറിഞ്ഞു പോകുന്ന ബന്ധങ്ങളാണ്, മനസ്സിലായോ? പക്ഷേ ഇവർക്കൊക്കെ ഞാൻ പലിശ കൊടുക്കും, ഇവർക്കെല്ലാം ഞാൻ പലിശ കൊടുക്കാതിരിക്കില്ല, തീർച്ചയായിട്ടും കൊടുക്കും ഞാൻ. പക്ഷെ എങ്കിലും അത് പറയാൻ കാണിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഇല്ലായ്മ മനസ്സിലാക്കാൻ, അവളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവൾ തരാത്തത്. അത് നമ്മൾ കയ്യിൽ വെച്ചിരുന്നിട്ട് നമ്മുടെ വേറൊരു ആവശ്യം നടത്തിയിട്ട് അവർക്ക് കൊടുക്കാതിരിക്കുന്നതല്ല. നമ്മുടെ മനസ്സ് നമ്മളോളം മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു തരുമ്പെങ്കിലും നമ്മളെ അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതാണ് നമുക്ക് നമ്മൾ വീണ് പോകുന്നിടത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന കരങ്ങളെന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ കരം എന്ന് തന്നെ ഇവരെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ദൈവം ഒരു ഉയർച്ച തരുമ്പോൾ നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ വന്ന് നിൽക്കുന്നു, ഇതിലൂടെയെല്ലാം നമ്മൾ കൊണ്ടുപോയ വ്യക്തികൾ, കൊണ്ടുപോയ സാഹചര്യങ്ങൾ, നമ്മൾ കടന്നുപോയ
വിഷമഘട്ടങ്ങൾ, സന്തോഷഘട്ടങ്ങൾ, പിടിച്ചു നീട്ടിയ കൈകൾ, തട്ടിമാറ്റിയ കൈകൾ, ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും വിഷമങ്ങളെയും പുഞ്ചിരിയോടെ, ഓരോ ദിവസവും പുഞ്ചിരിയോടെ തുടങ്ങുക അവസാനിപ്പിക്കുക. അതിനിടയ്ക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. പക്ഷേ ആ വിഷമത്തിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അങ്ങ് നിൽക്കാതെ മുമ്പോട്ടങ്ങ് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം മനോഹരമായി തീർന്നു. നമ്മുടെ ജീവിതം മനോഹരമാകുമ്പോഴേക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആ ഒരു പ്രകാശം, ആ ഒരു വെളിച്ചം കിട്ടും. നമ്മൾ പൂക്കളെ കണ്ടിട്ടില്ലേ? ആ പൂക്കൾ എത്ര മനോഹരമായിട്ടാണ് ഇളം കാറ്റിൽ കിടന്നാടുന്നത് അല്ലേ? മഴ പെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പുറത്തിറങ്ങി പൂക്കളിലൊക്കെ ഒന്ന് തൊടാനായിട്ട്, അതിൽ മഴത്തുള്ളികളെയൊക്കെ ഒന്ന് തട്ടി കളിക്കാനൊക്കെ ആയിട്ട്. അതും ഒരു ആസ്വാദന ശേഷിയാണ്. നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ ഒപ്പമുള്ളവരെ സന്തോഷിപ്പിക്കുക. പിന്നെ ഒന്നുണ്ട്, നമ്മുടെ വേദനയിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്കൊരു കൈത്താങ്ങായിട്ട്, വീഴുമ്പം കൈത്താങ്ങാൻ ഒരാളുണ്ടാകും എന്ന ഒരു ധാരണയും ആർക്കും ഉണ്ടാവരുത് ജീവിതത്തിൽ. ഞാൻ വീണാൽ അത് എന്നെ മാത്രമായിരിക്കും ബാധിക്കുക. ആ വേദന ഞാൻ എല്ലാ അർത്ഥത്തിലും ഞാനത് ഉൾക്കൊള്ളാൻ പ്രാപ്തി നേടണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളതിനുള്ളൊരു പ്രാപ്തി നമുക്കുണ്ടാകണം. അല്ലാതെ നമുക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോഴേ എന്നേക്കുമായിട്ട് വീണ്ടും പോകാനല്ല ഉദ്ദേശിക്കുന്നത്. വീഴ്ചയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുന്നേൽക്കണം. എഴഞ്ഞു പോകാനാണ് പറ്റുന്നതെങ്കിൽ എഴഞ്ഞു പോകണം. നടന്നു പോകാനാണ് പറ്റുന്നതെങ്കിൽ നടന്നു പോകണം. അവിടെ എത്തിപ്പെടാനാണ് പറ്റുന്നതെങ്കിൽ ഓടിപ്പോകണം. എന്താണോ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യണം. നമ്മൾ വീണ്ടെടുത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്, നമ്മുടെ മാത്രം പരാജയം. നമുക്ക് ഒരാൾ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. സാഹചര്യങ്ങൾ മോശമായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ മുമ്പിൽ ഇങ്ങനെ വില്ലന്മാരെ കണക്ക് നിപ്പുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുമ്പോട്ട് പോവാം. ആമയുടെയും മുയലിൻ്റെയും കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ആമയ്ക്ക് പറ്റുന്ന രീതിയിൽ പോയി, മുയലിന് പറ്റുന്ന കണക്ക് പോയി. മുയൽ വിചാരിച്ചു ആമ വരത്തില്ല, ഞാൻ ഇന്നലെ കിടന്നങ്ങ് റെസ്റ്റ് എടുക്കാം, ഒന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷെ ആമ എന്ത് ചെയ്തു? നിർത്തിയോ? പതുക്കെ ആമ ഇഴഞ്ഞ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അതവിടെ വെയിറ്റ് ചെയ്യുക. ആരെയാ? മുയലിനെ. മുയൽ നല്ല ഉറക്കമൊക്കെ എഴുന്നേറ്റ് ആമ ഇതുവരെ എത്തിയില്ലേ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ആമ ഇഴഞ്ഞു പോയ അടയാളം മുയലിന് കാണാം. മുയൽ അത് നോക്കി ചെന്നപ്പോഴത്തേക്കും ആമ അവിടെ ജയിച്ചു. വിജയശ്രീയിൽ ആള് തേടതിപ്പുണ്ട്. അതേ കണക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ ഒരു പ്രകാശം ഉണ്ടാകും, ഒരു വെളിച്ചം ഉണ്ടാകും. നാളെ എന്ന് പറയുന്നത് നമുക്കും കൂടി സന്തോഷിക്കാനുള്ളതായിരിക്കും. എല്ലാവർക്കും ആ ഒരു സന്തോഷം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ, സബ്സ്ക്രൈബ് ചെയ്യാതെ, കമൻറ്റ് ചെയ്യാതെ, ഷെയർ ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തേക്കണം കേട്ടല്ലേ. ഓക്കെ, താങ്ക് യു.